ഓക്കെ. അപ്പൊ ദൈവത്തിന്, പിതാവായ ദൈവത്തിന് നമ്മളെ പോലെ കണ്ണും മൂക്കും നാക്കും വായും ഇതൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. അതെ, ഒരു മനുഷ്യനാണ്. അതായത് ബ്രദർ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മാതാവുണ്ട്. ഉണ്ട്, പുത്രനും ഉണ്ട്, മാതാവും ഉണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഒരു എംബറർ കൾട്ട് ടീമുമായിട്ടുള്ള ഒരു ഫോൺ സംഭാഷണമാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, എംബറർ എമ്മാനുവൽ എന്ന് പറയുന്ന മുരിയാടുള്ള ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി, 10-30 വർഷമായി പ്രവർത്തിക്കുന്ന ഇടുക്കിയിൽ നിന്നും ഒരു ജോസഫ് പൊന്നാറ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വളർത്തിയെടുത്ത ഒരു പ്രത്യേകമായ ഒരു കൾട്ട് കൂട്ടമാണ് ഈ പറയുന്ന എംബറർ എമ്മാനുവൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂടാരം. ഇവരുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അനേകമായി സോഷ്യൽ മീഡിയയിലൂടെ, പല മാധ്യമങ്ങളിലൂടെ ലോക ജനത കേട്ടിട്ടുണ്ട്. ഇത്തരം വാർത്തകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എന്താണ് ഇവർ ഈ കൂടാരത്തിൽ പഠിപ്പിക്കുന്നത്, ആശയപരമായി വിശുദ്ധ ബൈബിൾ വെച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫോൺ കോളിലേക്ക് അദ്ദേഹം എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഹലോ, ഇത് ഡസ്റ്റിൻ എന്ന് പറഞ്ഞ ചേട്ടനാണോ? ഞാനൊരു വീഡിയോ കണ്ടിട്ട് വിളിച്ചാണ് ഇവിടെ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, പരിശുദ്ധ അമ്മ ക്കുള്ള സ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു വീഡിയോ. ഏതായിരുന്നു? ഏത് വീഡിയോ ആയിരുന്നു? പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു വീഡിയോ അല്ലേ? ആ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഓക്കെ. അപ്പം ബ്രദർ ശരിക്കും പരിശുദ്ധ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അതിനെപ്പറ്റി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതില് പറയുന്നത് പരിശുദ്ധ അമ്മ ഒരു സാധാരണ സ്ത്രീയാണ്, അതിൽ കവിഞ്ഞൊരു സ്ഥാനം ഇല്ലാന്നാണ്. ദൈവവചനത്തിൽ പറയുന്നു, ഈ ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയോട് പറയുന്ന ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നാണ്, അല്ലെ? അപ്പൊ ഈ ദൈവകൃപ എന്ന് പറയുന്നത് എന്താ, കൃപയും സത്യവും യേശുക്രിസ്തു വഴി നൽകപ്പെട്ടു എന്ന് എഴുതപ്പെട്ടത്, അല്ലെ? അപ്പൊ യേശുക്രിസ്തുവിന് മുമ്പ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പാണ് ദൂതൻ വന്ന് പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, അല്ലെ? ഈ ആർക്കും കൃപ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ കൃപ കൊടുത്തിട്ടുണ്ട്, പക്ഷെ കൃപയിൽ നിറഞ്ഞവൾ പരിശുദ്ധ അമ്മയിൽ മാത്രമാണ്, അല്ലെ? ഈ കൃപ എന്ന് പറയുന്നത് എന്താ സംഭവിച്ചിരിക്കും? കൃപ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തില് യേശുക്രിസ്തു വഴി നൽകുന്ന കൃപ. ആ കൃപ എന്ന് പറഞ്ഞാൽ അത്, അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ പറയണമെങ്കിൽ എന്താ പറയാ, ദൈവത്തിൽ നിന്നുള്ള കൃപയാണത്. യേശുക്രിസ്തു വഴി നമുക്ക് കിട്ടുന്ന പാപമോചനത്തിന് കൃപയും അതുപോലെ തന്നെ യേശുക്രിസ്തു വഴി നമുക്കിലേക്ക് കിട്ടുന്ന ആ കൃപകളെല്ലാം ലഭിക്കുന്നത്. അത് കൃപ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കൃപ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അമലോത്ഭവ എന്ന് വെച്ചാ കൃപ എന്ന് വെച്ചാൽ അമലോത്ഭവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃപ എന്ന് ഇനി വേറെയും കാര്യങ്ങളുണ്ട്. മരണമില്ലാത്തവൾ എന്നുകൊണ്ട്, അതാണോ കൃപ? അമലോത്ഭവയാണ്, മരണമില്ലാത്തവളാണ് കൃപ. ഇത് എവിടെ നിന്ന് പഠിക്കുന്ന സംഭവം? ദൈവകൃപ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ യഥാർത്ഥമായ. അത് മനസ്സിലായി. ഈ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? ആ വാക്കുകൊണ്ട് കൃപ എന്ന് പറയുന്ന മലയാളം വാക്കിന്റെ അർത്ഥം എന്താണ്? എനിക്ക് അതിന്റെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എനിക്കത് പറഞ്ഞുതരാം. ഈ കൃപ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ശാപവും ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ കൃപന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ മറ്റേ എന്താണ്, ശാപം. യഥാർത്ഥത്തിൽ കൃപ എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടായിരുന്നു. അത് ബൈബിൾ വിവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ വാക്ക് ഉത്ഭവിച്ചത് എന്നൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. കൃപ എന്നൊരു വാക്ക് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്രേ ഉള്ളൂ ബ്രദറെ. നമുക്ക് യോഗ്യതയില്ലാതെ, എനിക്ക് യോഗ്യതയില്ലാതെ എന്നിലേക്ക് സൗജന്യമായി വന്ന് നിറയുന്ന ദൈവത്തിന്റെ കരുണയാണ് കൃപ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണല്ലോ. അതെ. അപ്പൊ അത് എന്റെ യോഗ്യതയാലല്ല. മാതാവ് കൃപ നിറഞ്ഞത് മാതാവിന്റെ യോഗ്യതയാലല്ല, ദൈവം മാതാവിൽ കൃപ നിറച്ചു. അതാണ് കൃപ നിറഞ്ഞവളെ എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, അത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്തു. അത് ദൈവമായിട്ട് പറയുന്ന കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി നൽകപ്പെട്ടു. കൃപ നിറഞ്ഞ മാതാവ് ആരായിരുന്നു എന്നാണ് ബ്രദർ പറയുന്നത്? അതൊന്ന് പറയാമോ? മാതാവ് ശരിക്കും ആരായിരുന്നു? അത് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഉൽപ്പത്തി 1:26 തന്നെ നോക്കേണ്ടി വരും. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് പരിശുദ്ധ അമ്മയെ കുറിച്ച്. 1:26 1:27 വചനം.
എന്തായിരുന്നു ഒന്ന് പറയാം, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. സ്ത്രീയും പുരുഷനുമായിട്ട് അവരെ സൃഷ്ടിക്കാന്നാണല്ലോ പറയുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് രണ്ടുപേര്? ഒന്ന് സ്ത്രീ ആയിരിക്കണം, ഉറപ്പാണല്ലോ. കാരണം നമുക്ക് എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നു സ്ത്രീ പുരുഷനുമായിട്ട് എന്നാ പറയുന്നത്. അപ്പൊ ഒരു സ്ത്രീയും ഒരു പുരുഷനും ആയിരിക്കണം. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് അപ്പോ ആരൊക്കെയാണപ്പോ? ഒന്ന് അമ്മയുടെ സാദൃശ്യത്തിലും ഒന്ന് അപ്പന്റെ സാദൃശ്യത്തിലും ആയിരിക്കണല്ലോ. അങ്ങനെയാണെങ്കിലാണല്ലോ ഒന്ന് പുരുഷനും സ്ത്രീയുമായിട്ട് വരണമെങ്കിൽ. അതായത് നമുക്ക് നമ്മുടെ ചായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരൊക്കെയാണത്? അതാണ് എനിക്ക് കൺഫ്യൂഷൻ. അമ്മയും ദൈവവും ആയിരിക്കണം. പിതാവ്, പരിശുദ്ധ അമ്മയും ദൈവവും നിന്നിട്ട് ദൈവവും എന്നിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അപ്പൊ അല്ലെങ്കിൽ ഞാൻ ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കൂടെയുള്ള സ്ത്രീ ആരാന്ന് പറയണം. അത് ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളെയും ആകാശത്തിലെ പറവകളെയും നാൽക്കാലികളെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വ ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനും അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്ത്രീയും പുരുഷനും സ്ത്രീയെന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്നാ. അപ്പൊ ഒന്ന് സ്ത്രീ ആയിരിക്കണം, ഒന്ന് പുരുഷനായിരിക്കും. അതായത് സൃഷ്ടിയിലുള്ളവർ ഒന്ന് സ്ത്രീ ആയിരിക്കണം, ഒന്ന് പുരുഷനായിരിക്കണം. കൂടെ ദൈവത്തോട് കൂടെ. ഇതിനെപ്പറ്റി ദൈവവാനത്തിൽ തന്നെ പറയുന്നു, ദൈവവാനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ജോബിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീയാണോ ആദ്യത്തെ മനുഷ്യൻ? ഞാൻ കേട്ടില്ല ക്ലിയർ ആയില്ല. ജോബിന്റെ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് വചനം കൊട്ടേഷൻ എനിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാൻ കേട്ടത് വെച്ചിട്ട് ജോബിന്റെ പുസ്തകത്തിൽ നീയാണോ ആദ്യത്തെ മനുഷ്യൻ? ഈ ഭൂമിയും പൂഴിപ്പരിയും നിർമ്മിക്കുന്നതിന് മുമ്പേ നിനക്ക് രൂപം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട് ജോബിനോട്. അപ്പം ആദ്യത്തെ മനുഷ്യൻ ആരായിരിക്കണം? ഇതിനു മുമ്പ് അതാ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യം സൃഷ്ടികർമ്മങ്ങൾ വരെ പോയി ഇതിൻ്റെ അകത്ത് നോക്കണം. ഒന്നാം ദിവസം ദൈവം സൃഷ്ടിച്ചത് ആരൊക്കെയാണ്? 2 പ്രകാശങ്ങൾ ദൈവം സൃഷ്ടിച്ചു. ആരാണ് ഈ 2 പ്രകാശങ്ങൾ? അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപേ 2 ദീപങ്ങളെ ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അത് ഒന്ന് യേശുവും മറ്റൊന്ന് മാതാവുമാണ്. 2 പേരും തുല്യരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോൾ കൂടാരത്തിൽ പഠിപ്പിക്കുന്ന ഈ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് 2 വേരിയേഷൻ അദ്ദേഹം പറഞ്ഞു. അതിൽ തന്നെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ അല്ലെങ്കിൽ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. ഇങ്ങനെ 2 മഹാദീപങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. 2 ദീപങ്ങൾ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. അത് ഒന്ന് മാതാവും ഒന്ന് ക്രിസ്തുവുമാണ് എന്ന് പറയുന്നു. എന്നാൽ ഇത് ആദ്യം അദ്ദേഹം തന്നെ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സൃഷ്ടി നടന്നത് സ്വർഗത്തിലാണ്, അത് കഴിഞ്ഞിട്ടാണ് ഭൂമിയുടെ സൃഷ്ടിയും മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം കഴിഞ്ഞിട്ടാണ് ഈ 2 മഹാദീപങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ഇവർ പറയുന്ന ഈ ഒരു ഓർഡർ യാതൊരു വിധത്തിലും മുന്നോട്ട് പോകുന്നില്ല. ഇനി 1-ാം ദിവസമാണ് ഈ സംഭവം നടന്നതെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 3-ാം വാക്യമാണ്. ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് കണ്ടു. ദൈവം അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു. അപ്പൊ വെളിച്ചവും ഇരുളുമാണ് ആദ്യത്തെ മാതാവും യേശുവുമായിട്ടുള്ള സൃഷ്ടിയായിട്ട് ഇവർ പരിഗണിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് സ്വർഗത്തിൽ ആദ്യത്തെ ദിവസത്തെ സൃഷ്ടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. പക്ഷേ അവിടെ ഒന്ന് പ്രകാശവും ഒന്ന് ഇരുളുമാണ്. അപ്പൊ പ്രകാശം ക്രിസ്തു ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ എംബററിന്റെ മാതാവ് അത് ഇരുളാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും. അപ്പൊ അതായിരിക്കില്ല യാതൊരു വിധത്തിലും. അപ്പൊ അതായത് ബ്രദർ പറയുന്നത് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മാതാവുണ്ട്, പുത്രനും ഉണ്ട്, മാതാവും ഉണ്ട്. അതുകൊണ്ടാണല്ലോ പുത്രൻ വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടത്. ഭൂമിയിൽ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് മാതാവും ഉണ്ട്, പുത്രനും ഉണ്ട്, യേശുക്രിസ്തു ഉണ്ട്. അപ്പൊ ഈ മാതാവിനെ എപ്പോഴാണ് സൃഷ്ടിച്ചത്? ഇവരെ 2 പേരെയും 1-ാം ദിവസം സൃഷ്ടിച്ചു, മാതാവിനെയും ക്രിസ്തുവിനെയും. അപ്പൊ ക്രിസ്തു സൃഷ്ടിയാണ്. ക്രിസ്തു ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആദ്യത്തെ 1-ാം ദിവസം 2 പ്രകാശങ്ങൾ ഉണ്ടാവട്ടെ. ക്രിസ്തു സൃഷ്ടിയാണോ അല്ലയോ? അതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്ന് വന്ന വചനമാണ് എല്ലാം സൃഷ്ടമായിട്ട് വന്നിട്ടുള്ളത്. ദൈവത്തിന്റെ വചനമാണ്
ക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? ഒരേ സമയം സൃഷ്ടാവുമാണ് സൃഷ്ടിയാണ്. കാരണം അതെങ്ങനെ ശരിയാവും? അവനെ ഒന്നെങ്കിൽ സൃഷ്ടിയാണ് അല്ലെങ്കിൽ കൂടാതെ സൃഷ്ടാവാണ്. ഇത് രണ്ടും കൂടി നടക്കും എങ്ങനെയാ? യേശു ഒന്നെങ്കിൽ സൃഷ്ടിയാണ് അല്ലെങ്കിൽ സൃഷ്ടാവാണ്. ഇതിലേതാണെന്ന് കറക്റ്റ് ആയിട്ട് പറയൂ ബ്രദറെ. ഞാൻ പറയട്ടെ, പിതാവായ ദൈവത്തിൽ നിന്ന് എല്ലാം കാത്തലിക് ആണ് ആക്ച്വലി. ഞാൻ കാത്തലിക്കാണ്. ആണോ? എവിടെ സ്ഥലം എവിടെയായിരുന്നു? ഞാൻ വയനാട്ടിലാണ്. വയനാട്ടിൽ കാത്തലിക് ചർച്ച് തന്നെയാണോ പോകുന്നത്? ഇപ്പം അതിലല്ല, ഇതിലെന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം വേറെയാണ്. ശരി ശരി, ഓക്കെ. ഞാൻ ചോദിക്കുന്നത്, ഈ കാത്തലിക് ചർച്ചിൽ ഇങ്ങനെ ഒരു പഠനം ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനിങ്ങനെ ഇതുവരെ കേട്ടിട്ടില്ല. കാരണം ഞാൻ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നത്. ഞാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്. കാത്തലിക് അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല, കാരണം കാത്തലിക് ആണെങ്കിൽ ഇങ്ങനെ ഒരു പഠനം ഞാൻ വായിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ കാരണം എനിക്ക് ഒരു മനസ്സിൽ വന്നു, ഇങ്ങനെ സ്ത്രീയും നമുക്ക് നമ്മുടെ ചായൽ എന്ന് പറയുമ്പോൾ ഒന്ന് സ്ത്രീ ആയിരിക്കണം, ഒന്ന് പുരുഷനായിരിക്കണം. അപ്പൊ അന്ന് ഞാൻ പലരോടും ചോദിച്ചു, പറഞ്ഞു ദൈവം സ്ത്രീയും പുരുഷനും കൂടിയാന്ന് പറഞ്ഞു. ഇങ്ങനെയായാലോ നമുക്ക് നമ്മുടെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അവരും നമുക്ക് എന്ന് പറഞ്ഞതാണെങ്കിലോ? അതെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ ഇവരില് 3 പേര് സെപ്പറേറ്റ് ആണ്. അവർക്ക് 3 പേർക്ക് അതിൽ ഒന്ന് സ്ത്രീയാണെന്നാ? അല്ല, അങ്ങനെ ഒരു വാക്യം അതിനകത്ത് ഇല്ലല്ലോ. ഒരാൾ സ്ത്രീയാണെന്ന് ഒരാൾ പുരുഷനാണെന്നുള്ള സംഭവം ഇല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് വായിച്ചു കേട്ടുന്നല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഞാനും ചേട്ടനും കൂടി നിന്നിട്ട് നമുക്ക് സൃഷ്ടിക്കാന്ന് പറഞ്ഞിട്ട്, അപ്പൊ ദൈവം മനുഷ്യനാണോ? ദൈവം പൂർണ്ണ മനുഷ്യനാണോ? ദൈവം മനുഷ്യനാണ് മാത്രമാണോ? ഈ ദൈവം നമുക്ക് നമ്മുടെ ചായയും സാദൃശ്യവും നിങ്ങൾ പറയുന്ന പോലെ പുരുഷനും സ്ത്രീയുടെയും ചായയും സാദൃശ്യമാണെങ്കിൽ ദൈവം മനുഷ്യനാണ്. ഇതിന്റെ അകത്ത് തന്നെ ഒരു കാര്യമുണ്ട്. ദൈവം ചായയും സാദൃശ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ചായ എന്ന് പറയുന്നത് ദൈവത്തിന്റെ അതേ രൂപം അല്ലേ? പറയൂ അല്ലേ? രൂപസാമ്യം. അപ്പൊ ആ രൂപസാമ്യത്തിൽ ആദത്തിനെ സൃഷ്ടിച്ചു. എന്റെ സംശയം അതാണ്, മനുഷ്യന് ചായയും സാദൃശ്യവും എന്ന് പറയുന്നത് അപ്പൊ ദൈവവും നമ്മളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതെ, നമ്മളെ തന്നെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ദൈവം. അല്ലെങ്കിൽ പുത്രൻ അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആദവും അങ്ങനെ ആയിരിക്കാതിരിക്കണ്ടായിരുന്നു. ഈ അതായത് പിതാവായ ദൈവം നമ്മളെ പോലെ തന്നെ ഇരിക്കുന്ന കൈയും കാലും ഒക്കെ കണ്ണും മൂക്കും. അത് മോശയ്ക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ. മോശയ്ക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ മോശയെ പറഞ്ഞ് എനിക്ക് പിതാവിനെ കാട്ടിത്തരണം എന്ന് പറഞ്ഞു ദൈവം. ബ്രദർ എത്ര കാലമായി പുതിയ പഠനത്തിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഈ പുതിയ കാര്യങ്ങൾ കേൾക്കാൻ? 5 വർഷമായിട്ടുണ്ട്. 5 വർഷം. അപ്പൊ 5 വർഷം കൊണ്ടുള്ള ഒരു പഠനം ഉണ്ടല്ലോ അതിനകത്ത്. അതിനെ കുറിച്ച് കുറച്ചൊക്കെ ഉണ്ട്. ഞാൻ അപ്പൊ ജോബിന്റെ പുസ്തകത്തിൽ ഇല്ലില്ല, വേണ്ട, ഞാൻ ചോദിച്ചതാണ് 5 വർഷം. ഞാൻ ഈ പുതിയ ആളാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. ഓക്കെ, ആ സ്ഥലത്ത് ഈ പറയുന്ന പഠനത്തില് പുതിയ ആളാണോ എന്നറിയാൻ വേണ്ടി മാത്രം ചോദിച്ചതാണ്. ഓക്കെ, അപ്പൊ പിതാവായ ദൈവത്തിന് നമ്മളെ പോലെ കണ്ണും മൂക്കും നാക്കും വായും ഇതൊക്കെ ഉള്ള ഒരു സാധാരണ മനുഷ്യനാണ്. അതെ, ഒരു മനുഷ്യനാണ്. കാരണം അതിനകത്ത് മോശയ്ക്ക് കാട്ടിക്കൊടുത്തിട്ട് പറയുന്നുണ്ടല്ലോ, നീ ഞാൻ കടന്നു പോയി കഴിയുമ്പോൾ. അല്ല, മോശയുടെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഇതാണെന്നുള്ള ഉറപ്പിച്ചല്ലോ അല്ലേ? പിന്നീട് അദ്ദേഹം കൃപയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടു. കൃപ എന്ന് പറഞ്ഞാൽ അമലോത്ഭവമാണ്. കൃപ എന്ന് പറഞ്ഞാൽ മരണമില്ലാത്തവൾ എന്നാണ് അർത്ഥം. ഇങ്ങനെ പലവിധ അബദ്ധ ധാരണകളും ഇങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ വന്ന് പതിച്ചിരിക്കുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു കാരണം, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർ അബദ്ധത്തിൽ പോയി ചാടി വീണതല്ല. കത്തോലിക്ക സഭയിൽ തന്നെ ചില പുരോഹിതർ പഠിപ്പിക്കുന്ന അബദ്ധ സിദ്ധാന്തങ്ങളുടെ പരിണിത ഫലമാണ് ഇത്. പലരും ഒളിഞ്ഞും തെളിഞ്ഞും അകത്ത് ഒതുക്കത്തിൽ മാതാവ് സഹരക്ഷകയാണെന്നും മാതാവ് അമലോത്ഭവത്തിൻ്റെ ചില വലിയ എക്സ്പ്ലനേഷനും വികലമായ ചില പഠനങ്ങളൊക്കെ തന്നെയാണ് ഇത്തരക്കാരെ ഇങ്ങനെ വഴിതെറ്റിക്കുന്നത് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ ചില വീഡിയോകളിലൂടെ തന്നെ ഇത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഞാൻ മാതാവ് ആരാണ് എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം 1:26 ഈ ഒരു വാക്യം വെച്ചിട്ടാണ് മാതാവ് ആരാണ് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. 1:26 വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ഈ ഒരു വിഷയത്തിൽ ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, 2 പേര് നിന്ന് അതിന് സമാനമായ 2 പേരെ സൃഷ്ടിച്ചു. അപ്പം അങ്ങനെയാണല്ലോ ഒരു മനുഷ്യ സ്ത്രീ, ഒരു അപ്പൻ ഒരു അമ്മ, ഒരു പുരുഷൻ ഒരു സ്ത്രീ, ഇവർ തമ്മിൽ ചേർന്ന് ആ സ്ത്രീയിൽ നിന്നും ഒരു പുതിയ കുഞ്ഞ് ജനിക്കുമ്പോൾ സ്വാഭാവികമായും
അപ്പനെ പോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ പലപ്പോഴും നമുക്ക് കാണാം അപ്പനും അമ്മയും വെളുത്തതാണെങ്കിൽ മക്കളും പലപ്പോഴും വെളുത്ത കളറിലിരിക്കും. ഇനി അപ്പനും അമ്മയും കറുത്തതാണെങ്കിൽ ചിലപ്പോൾ മക്കളും ചിലപ്പോൾ കറുത്തിരിക്കും. ഇങ്ങനെ അപ്പുറത്ത് എന്താണോ അതിൻ്റെ അതേപോലെ തന്നെ ഇങ്ങോട്ട് താഴോട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹം ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം വചനം വായിക്കുമ്പോൾ ദൈവം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും, അപ്പോൾ ഛായയും സാദൃശ്യവും ദൈവത്തെ പോലെ ഇരിക്കുന്ന ഒരു പുരുഷൻ, ദൈവത്തെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ. അപ്പം ദൈവപിതാവ് ഒരു പുരുഷനായ വ്യക്തി, മാതാവ് ഒരു സ്ത്രീയായ വ്യക്തി. അതുകൊണ്ടാണ് സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഒരു സ്ത്രീ ഉണ്ട്, ഒരു പുരുഷനുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ മാതാവ് ഉണ്ടാകണ്ടേ. അതായത് ഹവ്വായെ സൃഷ്ടിച്ചത് മാതാവിൻ്റെ അതുപോലെ തന്നെ പിതാവായ ദൈവം പുരുഷനാണെന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആദത്തെ ഒരു പുരുഷനായി സൃഷ്ടിച്ചു. ഇങ്ങനെ ഒരു പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് എംബറർ എമ്മാനുവൽ കൾട്ട് സംഘടന ചിന്തിക്കുന്ന ഏറ്റവും വികലമായൊരു വിശ്വാസം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം അപഹാസ്യമാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ സർവപ്രപഞ്ചത്തെയും സകലത്തെയും സൃഷ്ടിച്ച ഈ പറയുന്ന നമ്മളിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും ദൃശ്യവും അദൃശ്യവുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവം നമ്മളെപ്പോലെ തന്നെ ഒരു സാധാ മനുഷ്യനാണ് എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വാദം. അതായത് മരിയോളജിയുടെ ആധിപത്യം ഇവരെ എത്രത്തോളം ഞാൻ പലപ്പോഴും ഈ ഇസ്ലാം ഡിബേറ്റുകളൊക്കെ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ പലരും വിളിക്കുന്ന മദ്രസയിൽ പഠിച്ച പഠനം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ തലച്ചോറ് മദ്രസയിൽ പണയം വെച്ചു എന്നൊക്കെ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ആരോപിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത്തരം തിയോളജികളിൽ സ്വന്തം തലച്ചോറ് പണയം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ല. അത്രത്തോളം അപഹാസ്യമായിട്ടാണ് ഇവർ താഴോട്ട് പഠിപ്പിച്ചു വരുന്നത്. വീണ്ടും ജോബിന്റെ പുസ്തകം 15-ാം അധ്യായം 7-ാം വാക്യം, നീയാണോ ആദ്യത്തെ മനുഷ്യൻ, പർവ്വതങ്ങൾക്ക് മുൻപേ നീ ജനിച്ചുവോ. ഈ ഒരു വാക്യം എടുത്തു വെച്ചിട്ട് ഇവരെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതായത് മാതാവ് സകല മനുഷ്യൻ്റെയും സൃഷ്ടിക്ക് മുൻപ്, ആദത്തിൻ്റെയൊക്കെ സൃഷ്ടിക്ക് മുൻപ് മാതാവിനെ ദൈവം സൃഷ്ടിക്കുന്നു. ഇനി മാതാവിനെ മാത്രമല്ല പുത്രനെയും യേശുവിനെയും സൃഷ്ടിക്കുന്നു. അപ്പം യേശു സൃഷ്ടിയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. മാതാവും സൃഷ്ടിയാണ്, യേശുവിന് തുല്യമാണ് മാതാവ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സഹോദരനോട് ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ ഭവനത്തിൽ കയറി വന്നൊരു സഹോദരനോട്, എംബറർ എമ്മാനുവൽ കൾട്ട് പഠിപ്പിക്കുന്ന ആ വ്യക്തിയോട് ചോദിച്ചു, നിങ്ങൾക്ക് 4 ദൈവങ്ങളല്ലേ? വളരെ ക്ലിയറായി ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട്, അതെ ഞങ്ങൾക്ക് 4 ദൈവങ്ങളാണ്, മാതാവ് ദൈവം തന്നെയാണ് എന്ന് ഇദ്ദേഹവും പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവരിങ്ങനെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കത്തോലിക്ക സഭയുടെ യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത കാര്യമാണല്ലോ, യാതൊരു വിധത്തിലും ഇത് ശരിയല്ലല്ലോ, മാതാവ് ഇതിനു മുൻപ്, മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് മാതാവ് ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? ഞാനൊരു പുരോഹിതൻ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കാണിക്കുക, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിലനിൽക്കുന്ന ഈ ലൂസിഫർ എന്ന് പറയുന്ന സാത്താൻ നേരത്തെ മാലാഖയായിരുന്നല്ലോ. ഈ കാണുന്ന മാലാഖ സ്വർഗത്തിലായിരുന്നപ്പോൾ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയുമായിട്ട് സൗഹൃദത്തിലായിരുന്നു ഈ മാലാഖ. പക്ഷേ അവൻ അഹങ്കാരത്താൽ പാപം ചെയ്ത് അവിടെ നിന്ന് പുറത്താക്കിയതിലൂടെ ആ വ്യക്തിയുമായിട്ട് ഈ സ്ത്രീയുമായിട്ട് എന്നേക്കുമായിട്ടുള്ള ശത്രുത ദൈവം ഉളവാക്കി. ആ ശത്രുത സ്ത്രീയായ മറിയവും സാത്താനും തമ്മിലുള്ളതാ, ഒപ്പം സ്ത്രീയുടെ സന്തതിയായ. അപ്പോൾ ഇവിടെ അദ്ദേഹം ഈ പുരോഹിതൻ പഠിപ്പിക്കുന്നത്, പുരോഹിതന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മാതാവ് സഹരക്ഷകയാണെന്ന് പറയുകയായിരുന്നു. അപ്പം മാതാവ് സഹരക്ഷകയാണ് എന്ന് പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് സ്വർഗത്തിൽ ലൂസിഫർ എന്നൊരു മാലാഖ, ആ ലൂസിഫർ എന്ന മാലാഖ ആരോട് സ്നേഹത്തിലായിരുന്നു? ഒരു സ്ത്രീയോട്. ആ സ്ത്രീ ആരാണ്? അത് മാതാവാണ്. അപ്പോൾ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെല്ലാം മുൻപ് സ്വർഗത്തിൽ ഇവിടെ മാതാവ് ഉണ്ട് എന്ന് ആരാണ് ഒളിഞ്ഞും തെളിഞ്ഞും പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഇത്തരം വെള്ളക്കുപ്പായക്കാര് ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അല്ലാതെ ഇത് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ച് പൊന്നാറ പഠിപ്പിച്ചു തുടങ്ങിയ ഒരു കാര്യമല്ല. കത്തോലിക്ക സഭയിൽ തന്നെയുള്ള പല പുരോഹിതരും പഠിപ്പിക്കുന്ന അതേ കാര്യം തന്നെ ഇവർ ഒതുക്കത്തിൽ, അല്ലെങ്കിൽ ആളുകളെ ഇങ്ങനെയുള്ള മരിയോളജിയിൽ അടഞ്ഞു കിടക്കുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ അടിസ്ഥാനമില്ലാത്തവരെ വിളിച്ച് കബളിപ്പിക്കുന്ന, അല്ലെങ്കിൽ ആച്ചം പഠിപ്പിച്ചതും ഇത് തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സാധാ കുഞ്ഞാടുകൾ എന്ത് ചെയ്യും? ശരിയാണല്ലോ, കാരണം സഹരക്ഷയെക്കുറിച്ച് ഇന്നച്ചൻ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ പലരും എന്ത് ചെയ്യുന്നു? ഒതുക്കത്തിൽ പഠിപ്പിക്കുന്നു. ഈ ഒതുക്കത്തിൽ പഠിപ്പിച്ച അതേ കാര്യം തന്നെ ഇതാ ഒരു കൂടാരത്തിൽ കുറച്ചും കൂടി ഒതുക്കത്തിൽ നല്ല സുന്ദരമായി ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പുരോഹിതൻ പറഞ്ഞത് സ്വർഗത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു,
ആ ലൂസിഫറുമായി സ്നേഹത്തിലായിരുന്നു. എന്നാൽ അവിടെ ഒരു ശത്രുതയുണ്ടായി. ആ ശത്രുത തന്നെയാണ് മാതാവും സാത്താനും ലൂസിഫറും തമ്മിലുള്ള ശത്രുത എന്ന് ഈ പുരോഹിതൻ പഠിപ്പിക്കുന്നു. ഇത് തന്നെയല്ലേ ഇവരും പഠിപ്പിച്ചത്. ഇതാ മനുഷ്യ സൃഷ്ടിക്ക്, ആദത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് തന്നെ ആരുണ്ട്? മാതാവുണ്ട്, യേശുവുണ്ട്. ഇവർ രണ്ടുപേരെ സൃഷ്ടിച്ചു. അതിനുശേഷം പിതാവും മാതാവും കൂടെ, പിതാവും മറിയയും കൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ പുരോഹിതൻ തന്നെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമുക്കൊന്ന് ശ്രമിക്കാം. പിതാവായ ദൈവത്തിന്റെ മകളാ ആ സ്ത്രീ, പുത്രനായ ഈശോയുടെ മാതാവാ ആ സ്ത്രീ, പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയും. നമ്മൾ പലപ്പോഴും ഉരുവിടുന്ന ഒരു കാര്യമാണ്. ജപമാല ചൊല്ലുന്നതിന് മുൻപ് സ്ഥിരമായി ഉരുവിടുന്ന ഒരു വാക്കാണ്. അപ്പൊ പിതാവിന്റെ മകളാ. ഇത് തന്നെയല്ലേ ഇദ്ദേഹം പറഞ്ഞത്. നമ്മളെല്ലാം പിതാവിന്റെ മക്കളല്ലേ? ഞാനും നിങ്ങളും ഓരോ മനുഷ്യരും പിതാവിന്റെ മക്കളല്ലേ? അതുകൊണ്ടല്ലേ യേശു പഠിപ്പിച്ചത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ. നമ്മൾ മക്കളായതുകൊണ്ടല്ലേ അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പക്ഷെ നമ്മളെന്താ പറയുന്നത്? നമ്മളൊന്നും മക്കളല്ല, മാതാവ് പിതാവിൻ്റെ മകളാണ്. ഞാനിത് പറയുമ്പോൾ ഇനി ഞാൻ മാതാവിനെതിരെ പറഞ്ഞു എന്നായിരിക്കും ഇവിടെയുള്ള സകല കത്തോലിക്കരും പറയാൻ പോകുന്നത്. നിങ്ങൾ ആദ്യം തിരിച്ചറിയുക, നമ്മൾ ഈ ഒതുക്കത്തിൽ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എംപറർ പഠിപ്പിക്കുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയൊരു വേരിയേഷൻ ചില കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് മാത്രമാണ്. നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കില്ല, അല്ലെങ്കിൽ തുറന്ന് അംഗീകരിക്കില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ചില അന്ധമായ വിശ്വാസങ്ങൾ തന്നെയാണ് അവർ ഇന്ന് പരസ്യമായി പഠിപ്പിക്കുന്നത്. വീണ്ടും പുത്രനായ ദൈവത്തിന്റെ മാതാവാണ്, അത് ശരി തന്നെയാണ്. യാതൊരു വിധത്തിലും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാര്യയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവപിതാവും മാതാവും മറിയയും കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഒരു കാര്യത്തിന്റെ മറ്റൊരു വെർഷൻ, മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യുന്നു? എംപറർ എമ്മാനുവൽ പഠിപ്പിക്കുന്നു. യാതൊരു വിധ വ്യത്യാസവുമില്ല. നമ്മൾ അനുദിനം ജപമാലയിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാര്യവും പിതാവിൻ്റെ മകളും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും എന്നിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ മറ്റൊരു വെർഷൻ ഇവിടെ അച്ഛൻ പഠിപ്പിക്കുന്നു. ആ വെർഷൻ്റെ കുറച്ചുകൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇതാ ഈ എംപറർ കൾട്ട് കൂടാനും നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ പഠനം എത്രത്തോളം വികലമാണ് എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചു വെച്ചത്. ഏതായാലും അദ്ദേഹം ഉൽപ്പത്തി പുസ്തകം 1:26 വെച്ചിട്ട് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഛായയും സാദൃശ്യവും എന്ന് പറയുന്നത് ദൈവത്തെ പോലെ തന്നെ അതിനൊരു ഡിക്റ്റോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കോപ്പിയാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ, എംപറർ കൂടാരക്കാർ മനസ്സിലാക്കാതിരിക്കും, എന്ത് വേണം ചെയ്യട്ടെ, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി എന്താണ് ദൈവത്തിൻ്റെ ഛായയും ദൈവത്തിൻ്റെ സാദൃശ്യവും, എന്താണ് ബൈബിൾ പറയുന്നത് എന്നുകൂടെ പരിശോധിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. എഫെസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അപ്പൊ ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണ് എന്നുള്ളത് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. യഥാർത്ഥമായ വിശുദ്ധിയും നീതിയും. യഥാർത്ഥമായ വിശുദ്ധി, ദൈവത്തിൻ്റെ വിശുദ്ധി, യഥാർത്ഥമായ നീതി, ഈ വിശുദ്ധിയിലും നീതിയിലുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഭൂമിയിലെ സകലത്തിൻ്റെ മേലും ഞാൻ അവന് അധികാരം നൽകി, യഥാർത്ഥമായ നീതിയിൽ അവയെ വിധിക്കേണ്ടതിന്, അവയെ കൊണ്ടു നടക്കേണ്ടതിന് അവയുടെ മേൽ സർവ്വ ആധിപത്യവും ഞാൻ നൽകി എന്ന് പറയുന്നത് നീതിയിൽ അതിനെ ഭരിക്കേണ്ടതിനാണ്. അതുകൊണ്ടാണ് ദൈവവചനം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പാപം ചെയ്ത് നമ്മൾ ആ സാദൃശ്യത്തിൽ നിന്നും മാറി, വിശുദ്ധിയിൽ നിന്ന് നമ്മൾ അകന്നുപോയി, നീതിയിൽ നിന്ന് നമ്മൾ അകന്നുപോയി, സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നുപോയി. ദൈവത്തിൻ്റെ സ്നേഹമുണ്ട്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരസ്പരമുള്ള ആ സ്നേഹത്തിൻ്റെ ഐക്യമുണ്ട്. ആ സ്നേഹത്തിൽ നമ്മൾ അകന്നുപോയി. ഇന്നൊരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടാൽ കടിച്ചു കീറാൻ പോവുക. യാതൊരു വിധത്തിലും സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം അവരിൽ കാണുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധിയാണ്, ദൈവത്തിൻ്റെ നീതിയാണ്. ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ സാദൃശ്യം എന്ന് പറയുന്നത്. വീണ്ടും എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്നുകൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണുന്നു, സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്താണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് സമ്പൂർണ്ണ ജ്ഞാനമാണ്. ആ സമ്പൂർണ്ണ ജ്ഞാനമാകുന്ന ദൈവത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ.
നമ്മളിൽ നിന്ന് ജ്ഞാനം നഷ്ടപ്പെട്ടു, ആ സമ്പൂർണമായ ജ്ഞാനം നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ആദം ഉറങ്ങിക്കിടക്കുമ്പോൾ അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവനെ ഉറക്കത്തിൽ അവന്റെ വാരിയലിൽ നിന്നൊരു സ്ത്രീയെ സൃഷ്ടിച്ചു. മനുഷ്യന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി, ആദത്തിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. ഇതാ ആ സ്ത്രീയെ നോക്കി ആദം വിളിച്ചു പറഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസവും. ആദം എന്നാ MBBS പഠിക്കാൻ പോയിട്ടുണ്ടോ? ടെസ്റ്റ് ചെയ്തോ? ഒരു സ്കാൻ ചെയ്ത് നോക്കിയോ? ഇതെങ്ങനെയത്, ഇവൾ എൻ്റെ അസ്ഥി തന്നെയാണോ? ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ടാണോ മനസ്സിലാക്കിയത്? അല്ല, സമ്പൂർണ്ണ ജ്ഞാനം ആദത്തിലുണ്ടായിരുന്നു. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സാദൃശ്യമാകുന്ന ജ്ഞാനം ആദത്തിനുണ്ട്. ആ സാദൃശ്യത്തിൽ, ആ ജ്ഞാനത്തിൽ ആദം തിരിച്ചറിഞ്ഞു, എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസവും എന്ന് ആദം തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നരനിൽ നിന്നും എടുക്കപ്പെട്ടത് കൊണ്ട് നാരി എന്ന് അവളെ വിളിക്കുന്നത് ആദം. ഈ ഒരു ജ്ഞാനം ആദത്തിന് നഷ്ടപ്പെട്ടു. പാപം ചെയ്ത് ദേഹി അവന്റെ മേൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്റെ ശരീരത്തിൽ പാപം അധികാരം സ്ഥാപിച്ച് അവന്റെ ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ദൈവം വീണ്ടും ഭൂമിയിലേക്ക് വന്ന് കാൽവരിയിൽ ക്രൂശിതനായി അവൻ നമ്മളെ പഠിപ്പിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരികയും കർത്താവിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശുദ്ധിയിലും അവന്റെ നീതിയിലും അവന്റെ സ്നേഹത്തിലും അവന്റെ ജ്ഞാനത്തിലും നമ്മളെ നിറയ്ക്കുവാൻ ദൈവം കൃപ നൽകി. അതേ തലത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നു. അതാണ് ദൈവവചനം പറയുന്നത്, സമ്പൂർണ്ണ ജ്ഞാനത്തിലും അതുപോലെ തന്നെ വിശുദ്ധിയിലും നമ്മൾ മാറണം, നമ്മൾ രൂപാന്തരപ്പെടണം, നമ്മൾ മാറ്റപ്പെടണമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഛായയും സാദൃശ്യവും, ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും എന്ന് അപ്പസ്തോലന്മാർ പഠിപ്പിച്ച കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി. അതല്ലാതെ ഒരു പുരുഷൻ അവിടെ ഇരിക്കുന്നു, അതുപോലെ തന്നെ ഒരു സ്ത്രീ ഇരിക്കുന്നു, അതിൽ നിന്ന് ഒരു സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കുന്നു. ഇത്തരം വികലമായി, അതായത് ദൈവവചനത്തിന് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ വാക്കുകളിൽ കസർത്ത് നടത്തി പഠിപ്പിക്കുന്ന എംബറർ കൂടാരത്തിലെ അബദ്ധ സിദ്ധാന്തങ്ങളിൽ നിങ്ങൾ പെട്ട് പോകരുത്, നിങ്ങൾ പോയി വീണ് പോകരുത്. ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരം അബദ്ധ സിദ്ധാന്തങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന് പലപ്പോഴും കാരണമായിട്ടുള്ളത് നമ്മുടെ ചർച്ചകളിൽ തന്നെ പഠിപ്പിക്കുന്ന മരിയോളജിയുടെ അതിപ്രസരം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സത്യവചനം തിരിച്ചറിയുക. വിശുദ്ധ ബൈബിൾ എന്താണോ നമ്മളോട് പറയുന്നത്, അപ്പസ്തോലന്മാർ എന്താണോ നമ്മളെ പഠിപ്പിച്ചത്, ആ സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക. ഇത് പറയുമ്പോൾ ഈ മാതാവിനെ ഞാൻ ബഹുമാനിക്കുന്നു, യേശുവിൻ്റെ അമ്മ മാതാവിനെ പൂർണ്ണമായി ഞാൻ ബഹുമാനിക്കുന്നു. യാതൊരു വിധത്തിലും ആ മാതാവിനെതിരെയല്ല ഞാൻ പഠിപ്പിക്കുന്നത്. ആ മാതാവിനോടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബഹുമാനക്കുറവ് എനിക്കില്ല. എന്നാൽ ഇങ്ങനെയുള്ള അബദ്ധ സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കണ്ടാണ് സംസാരിക്കുന്നത്. മാതാവ് ദൈവമാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ തെളിവുകളായിട്ട് ഈ എംബറർ കൂടാരക്കാരൻ എന്നോട് സംസാരിക്കുന്ന ബാലൻസ് വിഷയങ്ങൾ കേൾക്കാൻ നമുക്ക് നാളെ വീണ്ടും ഒരുമിക്കാം. ദൈവം അതുവരെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.